നല്ല രസമല്ലേ യുവിക്ക് റെഡ് കളറ്? ഞാൻ ആദ്യമായിട്ടാണ് റെഡ് കളർ അവനെ ഇടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രൈപോഡും മൊബൈലും ഒക്കെ പിടിച്ചു കിടക്കുന്ന ആരുഷ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ട്രൈപോഡ് വേണമെന്നൊക്കെ അവനും ഒരു ആഗ്രഹം. അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ട്രൈപോഡ് അവന് കൊടുത്തതാണ്. ന്യൂ സ്റ്റാൻഡ് അല്ലേ ഇത്? പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറാണ്. നമ്മൾ വന്ന നെക്സ്റ്റ് ഡേ തന്നെ കാർ സീറ്റൊക്കെ വാങ്ങി കൃത്യമായി മാറുന്ന കാറുകൾ അനുസരിച്ചൊക്കെ മാറ്റി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് വന്നാലും ഡെസ്റ്റിനേഷൻ വരെ ഇപ്പോൾ യുവി എന്തായാലും ഇതിലിരിക്കാറില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞാൽ ചാടിത്തുള്ളി നമ്മുടെ മടിയിലോട്ട് തന്നെ പോരും. ഈ സ്വഭാവനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന ടെൻഷനിലാണ് ഞാനും വിഷ്ണുവും. 6 വലിയ മനുഷ്യന്മാരും 2 കുട്ടികളും ഉള്ളത് കാരണം 2 കാറിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അമ്മ നമ്മുടെ ഒപ്പം, അച്ഛൻ പ്രതുവേട്ടൻ്റെയും വിധുവിൻ്റെയും ഒപ്പവും. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് അമ്മ പോണത്? നമ്മൾ ആതിരപ്പള്ളി എന്നല്ല പറയാ, അതിരപ്പള്ളി. ഞാനും ആതിരപ്പള്ളി എന്നാ പറഞ്ഞത്. എന്നാ നമ്മള് മലബാറുകാരെ ആതിരപ്പള്ളി എന്ന് പറയണത്? അതിരപ്പള്ളി. അൽക്ക് പറയുന്നു അതിരപ്പള്ളി എന്നാ പറയാം. അപ്പൊ നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോവുകയാണ്. നമ്മൾ രാവിലെ 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു 10-10:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റി. നമ്മൾ ഒരുപാട് മുന്നെയാണ് കേട്ടോ. മറ്റേ വണ്ടിയിലാണ് അച്ഛനും വിധുവും ആരുഷും പ്രതുവേട്ടനും ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ആസ് യൂഷ്വൽ യുവിയുടെ ഒരു സാധനം വളാഞ്ചേരി വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പെട്ടെന്ന് അവിടുന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, അമ്മ എക്സൈറ്റഡ് ആണോ? 2 മക്കളുടെയും മരുമക്കളുടെയും ഒപ്പം അമ്മ ഏറ്റവും കൂടുതൽ എന്തിനാണ് എക്സൈറ്റഡ്? മക്കളുടെ ഒപ്പം ട്രിപ്പ് പോണേലാണോ മരുമക്കളുടെ ഒപ്പം ട്രിപ്പ് പോണേലാണോ? ഞാൻ വിചാരിച്ചു അതിലാണ് ഞാൻ എക്സൈറ്റഡ്. അത് 2 വഴിക്ക് പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളത്. ഞാൻ വിചാരിച്ചു അമ്മ പറയും പേരക്കുട്ടികളുടെ ഒപ്പം പോണേല എക്സൈറ്റഡ്. ഇപ്പൊ അതെന്റെ ബുദ്ധിമുട്ട് കണ്ടോ. യുവി ഉണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ കാർ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുള്ളത് മറന്നിക്കണോ? എന്താണ് അതിൽ വിഷ്ണുവിന്റെ അഭിപ്രായം? പകുതി കുറച്ചു ദൂരൊക്കെ ഇരിക്കും, ബാക്കി ഇരിക്കുള്ള നല്ല സുഖല്ലേ. അതെ, ഞാൻ നേരത്തെ നോക്കിയപ്പോ അമ്മ കാർ സീറ്റിന്റെ അകത്ത് എത്തിക്കണു, അതിൽ ഇരുത്താൻ നോക്കിയിട്ട്. അപ്പൊ നമ്മള് ആദ്യം ഇപ്പൊ നേരെ വളാഞ്ചേരി പോണം. ഒരു 5 മിനിറ്റ് വളാഞ്ചേരി എത്തും. അച്ഛനും പ്രതുവേട്ടനും ഒക്കെ ഒരുപാട് ബാക്കിലാട്ടോ. പ്രതുവേട്ടൻ ഡ്രൈവിംഗ് സ്കിൽ ആണോ? ഞാൻ വിചാരിച്ചു കുറച്ചധികം ബാക്കിലാന്ന്. അതുകൊണ്ട് ഇത് എടുക്കണോ വേണ്ടെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അവര് കുറച്ച് ബാക്കിലായത് കാരണം നമ്മൾ പോയി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എന്താ അമ്മയ്ക്ക് ഉഷാറില്ലല്ലോ? അച്ഛനും അമ്മയും കണ്ണു ടെസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നേ. നമ്മളെ വിളിച്ചപ്പോ അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് സാധനം എടുത്തരാന്ന് പറഞ്ഞു. കീ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് പോയിട്ട് വരാം. ടോയ്സ് ഇവിടെ നിന്ന് എടുക്കാൻ വേണമെങ്കിൽ നമ്മള് അവിടുന്ന് എടുക്കാൻ മറന്നു. ഇതുണ്ടോ ഇവിടെ സ്പൈഡർമാൻ, സ്പൈഡി. നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. ഞാൻ അന്ന് ഋഷക് സാർ എൽക്കി വന്നപ്പോ ചോക്ലേറ്റ്സ് കൊടുത്തിരുന്നു, അല്ല സ്വീറ്റ്സ്. അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കാർന്ന് കഴിക്കാൻ. യുവിയുടെ സ്പൈഡർമാനെയും കൊണ്ടാണ് നമ്മൾ പോണേ. അമ്മമ്മേനെയും വെല്ലച്ചിനെയൊന്നും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് നാളെ വന്നിട്ട് കാണാം. അച്ഛൻ ഇങ്ങനെ കാറിൽ അച്ഛൻ ഓൾറെഡി സാധനം എടുത്ത് കയ്യിൽ വെച്ചായിരുന്നു. അച്ഛനെ ഇവളുടെ കൈ കൊടുക്കുന്നേ കണ്ടതാ. എന്താണ്ടായിന്ന് അറിയോ? എന്താണ്ടായി അമ്മ? എന്തൊക്കെയോ ഉണ്ടായി. നമ്മളാ മറ്റേ കാരിയർ എടുത്തിട്ട് എല്ലാരും വീടിന്റെ അകത്ത് കയറി അവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി ഇറങ്ങി. കാരിയർ അവിടെ തന്നെ വെച്ചു. അമ്മ ഒരു കാരണമായിട്ട് ഇതൊക്കെ ഒന്ന് ഓർക്കണ്ട അമ്മ. നല്ല അസല് കാരണത്തിയാണ്. എന്തായാലും അത് എടുക്കാൻ പറഞ്ഞു. യുവയുടെ ഡൈപ്പർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നായിരുന്നു ഇവിടെ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, അമ്മ 2ാമത് പറഞ്ഞു, വിഷ്ണു 3ാമത് പറഞ്ഞു. അമ്മ, നമ്മുടെ ഈ ടെൻഷനുള്ള അവസ്ഥ മാറ്റാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പാട്ട് പാടാൻ പറയണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കാം. താലി കെട്ടി കല്യാണം കഴിക്കാൻ പറ്റാത്ത സ്ഥലം ഏതാ? കല്യാണം കഴിക്കാൻ പറ്റാത്ത സ്ഥലം കൊസറല്ല, കുസൃതി ചോദ്യം. ആ സ്ഥലത്ത് കല്യാണം കഴിക്കുമ്പോ നമുക്ക് താലി കെട്ടാൻ പറ്റില്ല. അറിയില്ല? താലിബാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെ താലിബാൻ അല്ലേ?
ഇത് കാരണത്തടിക്കേണ്ട ചോദ്യം. ഞാൻ അമ്മൊരു ക്വസ്റ്റ്യൻ ചോദിക്കോ? ഞാൻ ഇങ്ങനത്തെ കൊറേ എണ്ണം ആലോചിച്ച് വെക്കൂട്ടോ, പക്ഷെ ഓർമ്മ കിട്ടില്ല. അതെ, പക്ഷെ ഓർമ്മ കിട്ടില്ല. നിലവാരം ഉയർന്നതായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്റെ നിലവാരത്തിനൊത്തതായത് കാരണം ഇത് സ്ഥിരമായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ പറയാം എനിക്കറിയില്ല. താനല്ല, ഞാനാ പറഞ്ഞത്. എന്ത് പറഞ്ഞു? സാധനം എടുത്തിട്ടില്ല. ഞാൻ വല്ല പറഞ്ഞ എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് അറിയില്ല. കൊറേ സമയം പോയെന്നല്ലാതെ. ഞാൻ ചോദിച്ചത് എന്തിനായിട്ട് വന്നു? ഞങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് വന്നാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതാ അവളെ അച്ഛൻ കൈ കൊടുക്കാൻ പോയപ്പം വീട്ടിനകത്ത് കയറി. അപ്പം അതാ എന്നിട്ട് സമയം ഏകദേശം 1 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 കാറും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിർത്തി ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നതാണ്. നമ്മൾ എങ്ങോട്ടാണ് കൃത്യമായിട്ട് പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോണെന്ന് വിചാരിച്ചപ്പോഴേ ഒരുപാട് ദൂരം ഡ്രൈവ് ഇല്ലാതെ എന്നാൽ നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്ത് നല്ലൊരു സ്റ്റേ 2 ദിവസം നിന്നിട്ട് വരാന്നുള്ള സജഷൻ ആട്ടോ എല്ലാവരുടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിരപ്പള്ളിയിലോട്ട് എത്തുന്നത്. നമ്മൾ booking.com നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിരാമയ ബൈ സംരോഹ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആക്ച്വലി മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം രശ്മിക മന്ദാനയൊക്കെ അതിരപ്പള്ളി വന്ന സമയത്ത് അവർ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു അത്. അവര് സ്റ്റേ ചെയ്തു എന്നുള്ളതിന്റെ മുകളിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള റിസോർട്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടെന്നുള്ള ഡേറ്റ് നോക്കിയപ്പോൾ അവിടെ അവൈലബിൾ ആവുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ 3 വില്ലയൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കാണ് അവരുടെ ചെക്കിൻ വരുന്നത് കേട്ടോ. 2 മണിക്ക് നമ്മൾ എത്തുന്നുണ്ടായിരിക്കില്ല. ലഞ്ച് കഴിഞ്ഞൊരു 3-3:30 ആവുന്നുണ്ടായിരിക്കും എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ്. ആരെ വിളിക്കണം? എടുത്തോളൂ. കോഴിക്കോട് നിന്ന് കണ്ടതിന് ശേഷം ചാലക്കുടിയിൽ നിന്നാണല്ലോ കാണാൻ പറ്റിയത്. നിങ്ങൾ എങ്ങനെ ഈ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച? കൊറേ ഉള്ളിക്കുണ്ടല്ലോ. കേമി തന്നെ. ഹായ്. അമ്മമാര് ശരിക്കും ഒപ്പമുള്ളപ്പോൾ എന്ത് സുഖാല്ലേ. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോക്ക് അമ്മ ആരുഷിനും യുവിക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആരുഷി ഇവിടെ പുറത്തുനിന്ന് തന്നെ കഴിക്കും. അത് പിന്നെ അമ്മയുടെ ഒരു സമാധാനത്തിന് ചെയ്താ തോന്നണു. ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതും ഞാനൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അമ്മ യുവിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളും ലഞ്ചൊക്കെ ഒന്ന് കഴിക്കട്ടെ. കഴിഞ്ഞിറങ്ങി കഴിഞ്ഞ 1-2 വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല എൻ്റെ മുഖത്ത് പുട്ടി കൂടുതലാണെന്ന്. സത്യം പറഞ്ഞാണ് ഞാൻ നാർസിൻ്റെ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കത്ര അത് വർക്ക്ഔട്ട് ആയില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പുട്ടി തോന്നിയതാണ്. ഇന്നത്ര തോന്നുന്നുള്ളല്ലോ, ഇന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞില്ല, ഇത് നമ്മുടെ ജയ്പൂരിലെ സൂറത്തിലെ വേറൊരു ചിക്കൻ കാരിയാണ് കേട്ടോ. അമ്മക്ക് എത്ര ദിവസത്തെ ഏത് ചിക്കൻ കാരിയാണ് കൂടുതൽ ഇഷ്ടമായത്? ചിക്കൻ കറി ഇങ്ങനത്തെ കുർത്ത കോമ്പിനേഷൻ ഇത് ആണോ? ബ്ലാക്ക് പിന്നെ ബ്രിക്ക് റെഡ്. ബ്രിക്ക് റെഡ് എന്ത് കടിയെ കടിക്കാന്നറിയോ? ഇപ്പൊ വെറുതെ ഒരു കാര്യമില്ല. അത് അങ്ങോട്ട് കടിക്കാം. ഓൾമോസ്റ്റ് അതിരപ്പള്ളി എത്താനായിട്ടോ. ഞാൻ കൊറേ മുന്നെയാണ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് ഓർമ്മ തന്നെയല്ലേ എന്നാന്നുള്ളത്. വിഷ്ണുപ്പെടുത്ത് വന്നിട്ടുണ്ടോ? കൊറേ കാലമായി വന്നിട്ട്. ഞാൻ ആക്ച്വലി ഇന്നത്തെ സ്റ്റേയില് കുറച്ച് എക്സൈറ്റഡ് ആണ്. അവിടുന്ന് എപ്പോ വരുമ്പോഴും ഇങ്ങനത്തെ ഒരു സ്റ്റേ നമ്മൾ പ്ലാൻ ചെയ്യും കേട്ടോ. എല്ലാ കൊല്ലവും നടക്കണം എന്നൊന്നുമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ വന്നാൽ ചെയ്യാനുണ്ടാവും. അപ്പൊ നാട്ടിൽ വന്നാൽ റിലാക്സ് ചെയ്തിട്ട് ഒരു 2 ദിവസം നല്ല റിസോർട്ടിൽ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് കഴിച്ച് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും അവിടുന്ന് പറയാറുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ പോയത് കഴിഞ്ഞ തവണ മറ്റേ മാൽദീവ്സ് പോയില്ല അമ്മ. മാൽദീവ്സ് ഭയങ്കര രസമായിരുന്നു. അതൊരു ഭയങ്കര ഫീലായിരുന്നു. പക്ഷെ അതല്ലാതെ ഇങ്ങനെ ഒരു റിസോർട്ടിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് പോണത്. അപ്പോൾ എനിക്കൊന്ന് സുഖിക്കണം. അപ്പൊ അമ്മയാണ് യുവിനെ മൊത്തം നോക്കുന്നത്. ഇതെപ്പോഴും അമ്മ പറയണ കാര്യമാണ്. നിങ്ങൾ കേട്ടോ, അച്ഛൻ ഇവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വാൾപ്പാറയില് റിസോർട്ടില് അപ്പൊ മുന്നേ ഇവര് ഓരോ സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോ അമ്മയും വിഷ്ണു ഒക്കെ പറയാറുണ്ട് എന്തൊരു രസം ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാന്നൊക്കെ. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ് അന്നേ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ റീൽസ് എടുത്തിട്ട് എനിക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു ആ സ്ഥലം കാണാൻ. ഞാൻ അവരോട് ചോദിച്ചു നമുക്കൊന്ന് വാൾപ്പാറയ്ക്ക് ഒന്ന് പോകാതെ പറ്റില്ല അത്ര.
ഇത്ര രസമുള്ള സ്ഥലമാണ് ഇപ്പൊ മടുത്തു. വിഷ്ണു മറ്റേ വെക്കേഷൻസ് പോവാ വാൾപ്പാറയൊക്കെ ആയിരുന്നല്ലേ. നമുക്കിനി ഇവിടുന്ന് 1 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ ഡ്രൈവ്. ഒരു വളവെടുത്തതും മൊത്തത്തിൽ ആകെ അങ്ങോട്ട് മാറിയിട്ടോ. ഭയങ്കര ഒരു ഹിൽ ഏരിയയിലൊക്കെ വന്നൊരു ഫീല്. എല്ലാ സ്ഥലത്തെയും പോലെ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു കേട്ടോ നമുക്ക് ചെക്ക് ഇൻ. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്തിനോട് അടുപ്പിച്ച് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. യുബി ആണെങ്കിൽ നമ്മൾ എത്തുന്നതിന്റെ 5 മിനിറ്റ് മുന്നേ നല്ലൊരു ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പൂച്ചുറക്കം മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇത് അധികം നേരമൊന്നും പോയില്ല, ഇപ്പൊ തന്നെ എണീറ്റോളൂ. എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് ഡ്രൈവ് എങ്ങനെ ഉണ്ടായി? ആ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എനിക്കും. ഞാൻ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഭയങ്കരമായിട്ട് നല്ല വ്യൂ ഉണ്ട് ഓരോരോ റൂമൊന്നും. വാട്ടർഫോൾസ് കാണാം, വെള്ളം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ്. എല്ലാവരും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നല്ലോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തായിരുന്നു. അതെല്ലാം പറയാൻ വേണ്ടി ചാടി കയറി മുന്നോട്ട് വന്നത് കാരണം എനിക്ക് നല്ല അടിപൊളിയായിട്ടൊരു പൊന്നാട സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവർ നല്ല അടിപൊളിയായിട്ട് വെൽക്കം ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, booking.com നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഇതിലെന്തായാലും എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒപ്പം കുക്കിംഗ് ക്ലാസ്, അങ്ങനത്തെ ഒരുപാട് നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യണം. ഉണ്ടല്ലോ, പുള്ളി പറയുമായിരുന്നു നമ്മളിവിടെ ലോബിയിൽ നിന്ന് കാണുന്നതൊന്നുമല്ല, ഇവിടുന്ന് കാണുന്നതാണ് റിയൽ വ്യൂ എന്ന്. ഞാൻ ഒരു തവണ അവിടെ വന്ന് കണ്ടതാണ്. ഈ കാണുന്നതാണ് മെയിൻ വാട്ടർഫോൾ. കണ്ടോ, ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണ എന്തൊരു അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് ഇതേ കിഡിലം വ്യൂ ആണ് ഇവിടെ. എങ്ങനെയുണ്ടമ്മ? അല്ലേ, നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? ഞാൻ ടെൻഷനിലായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴേ ഇവർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഇവിടെ 3 പൂൾ വില്ലയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിവിടെ സർപ്രൈസ് ആയിട്ട് ഒരു റൂമിനൊരു അപ്ഗ്രേഡ് കിട്ടി, ഒരു പ്രസിഡൻഷ്യൽ വില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ടൊരു മാസമൊക്കെ ജീവിക്കാം കേട്ടോ. കയറി വരുന്നത് നമ്മളൊരു ലിവിങ് റൂമിലോട്ടാണ്. ഇവിടെ നമുക്ക് 2 കൗച്ചും പിന്നെ അതേപോലെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്കും ഒക്കെ ഉണ്ട്. നേരെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പൂളുണ്ട്. ഇത് ആക്ച്വലി കേർട്ടൺ കൊക്കാട്ടോ. നമുക്ക് ഇതിന്റെ സ്വിച്ച് എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വലിയൊരു പൂളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു വലിയ ബെഡ്റൂം ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, വെൽക്കം ടു നിരാമയ സംരോഹ. പിന്നെ അത് കഴിഞ്ഞാല് നമുക്കിവിടെ വലിയൊരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയും വെൽക്കം ടു നിരാമയ. ഞാൻ ഈ പ്രോപ്പർട്ടീനെ പറ്റി അറിയുന്നത്, എൻ്റെ എല്ലാ പിക്ചർ ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു രശ്മിക മന്ദാന ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത്. അന്ന് ഞാൻ ഇവരുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര നല്ലതാണ് പ്രോപ്പർട്ടി എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് അതിരപ്പള്ളിയാണ്, അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അധിക ദൂരം ഇല്ലാതെ നമുക്ക് വന്ന് സ്റ്റേ ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടി ഏതാന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വൈശാഖ് സാറാണ് സംരോഹ സജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. അപ്പൊ എന്തായാലും വെരി ഹാപ്പി. ഇവിടെ നമുക്കൊരു, ഞാൻ അധികം ഇവിടെ ഇരിക്കട്ടോ വിഷ്ണു, ഇവിടെ നമുക്കൊരു സ്പാ റൂമുണ്ട്. ഇവിടെ നമുക്കൊരു സ്പാ റൂമുണ്ട്. ഞാൻ അധികം ഇവിടെ ആയിരിക്കും. നമുക്ക് ഇവിടെ എത്ര സെഷൻസ് വേണമെങ്കിലും സ്പാ എടുക്കാന്നാ പറഞ്ഞ. ടൈമിംഗ് വരുന്ന രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ. എന്റെ ഫസ്റ്റ് സ്പാ ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ സ്പാ. അപ്പൊ അത് കഴിഞ്ഞ് നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ബാത്റൂം, ഒരു ബെഡ്റൂമിന് അതേ വലിപ്പമുള്ള ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ടബുണ്ട്. പക്ഷെ ടബൊന്നും എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്, കാരണം പൂളമ്മ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ടബ് ഉപയോഗിക്കില്ലല്ലോ. നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോളും ഇവിടുന്ന് കാണാം കേട്ടോ.
പിന്നെ ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇവിടെ ഒരു കുഞ്ഞു കിച്ചൺ ഉണ്ട്. ഇവിടെ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളത് 2 ആക്ടിവിറ്റി ഉണ്ട്. വിഷ്ണു ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് കുക്കിംഗ് വിത്ത് ഷെഫ്. ഒരു ഷെഫിന്റെ ഒപ്പം കുക്ക് ചെയ്യണം, കുക്കിംഗ് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഇവരുടെ സൈറ്റിൽ ഞാൻ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ നേച്ചർ നോക്കി നിന്ന് ചിത്രം വരയ്ക്കുന്നത് കണ്ടു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് ഒന്ന് പൊടി തട്ടി എടുക്കാൻ എനിക്ക് ഭയങ്കര ജിജ്ഞാസ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പെയിന്റിങ് കണ്ടു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറെ റിസോർട്ട്സിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം എന്നുള്ളത്. പിന്നെ യോഗ വരുന്നുണ്ട്. പക്ഷെ ഞാൻ യോഗ ഡ്രസ്സ് ഒന്നും കൊടുത്തിട്ട് ഈ ഡ്രസ്സ് ഇത്ര യോഗ ചെയ്ത് കുഴപ്പമുണ്ടോ? അത് മുൻകൂട്ടി ഒന്ന് നോക്കണമായിരുന്നു. ഞാൻ തീരെ നോക്കിയില്ല. യുവി അമ്മടിയെ ചൊല്ലി എടുത്താട്ടോ അങ്ങോട്ട് പോകാം പറഞ്ഞാൽ ഇവിടെ ഒരു റൂമിന്റെ ആവശ്യമില്ല. ഞാൻ അധികം കണ്ടോ നമ്മുടെ റൂം ഏതാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്പൈഡർമാൻ അതെ പുറത്ത് നമ്മൾ സിഗ്നലായി വെച്ചിട്ടുണ്ട്. അമ്മ അത് എടുത്തു പെട്ടു എന്നുള്ള അവസ്ഥയായിരുന്നു. യുവി അരുഷും തമ്മിൽ ചെറിയൊരു സ്റ്റണ്ട് നടന്നു ആരക്കാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആക്ച്വലി റൂമിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അധികം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് അത്യാവശ്യം ചൂടുള്ളൊരു ദിവസം അല്ലേ? നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ. കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ട്. വിഷ്ണു പോയാലോ? കുറേ കാലമായില്ലേ നമ്മളുള്ള റൊമാൻസ് നമ്മൾ പൊടിയട്ടി എടുത്തിട്ട്. ഒന്ന് പൊടിയട്ടി എടുത്താലോ? ഇവിടെ ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഗംഭീര വ്യൂ. മുകളിൽ നിന്ന് കണ്ടില്ലേ റെസ്റ്റോറൻറ്റിൻ്റെ അവിടുന്ന്? യെസ്, കണ്ടോ എന്തൊരു സമാധാനം. ഒരു ശബ്ദം എന്ന് പറഞ്ഞൊരു സാധനമല്ല. കിളികളുടെ കളകളനാദവും വെള്ളത്തിൻ്റെ കളകളനാദവും അല്ലാതെ ഒരു ശബ്ദവുമില്ല കേട്ടോ. പൂൾ വില്ല കയറി വന്ന ഉടനെ നമുക്കിവിടെ ഒരു ചെറിയ പൂളുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗ്ലാസ് ബ്രിഡ്ജാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായി പ്രകൃതി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. അരുഷിന് വേണ്ടിയിട്ട് എന്തായാലും ഇന്നലെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയി വാങ്ങിയതൊന്നും നഷ്ടമായില്ല. അത്യാവശ്യം ആളുള്ള പൂൾ തന്നെ കേട്ടോ. എനിക്കും വാങ്ങിക്കായിരുന്നു ഒന്ന്. ഞാൻ എത്ര കാലമായില്ലേ ഈ സ്വിമ്മിങ് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അതിലൊരു തോൽവി തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. ഹലോ, നിങ്ങളാണോ താഴെ? സൂക്ഷിക്കണം ഐഷു. മറ്റേ ചിരി ഞാൻ അമ്മയ്ക്കൊരു ആക്ടിവിറ്റി ബുക്ക് ചെയ്യാൻ പോവാ, കുക്കിംഗ് വിത്ത് ഷെഫ്. അമ്മ അടുക്കളയുള്ള ഒരു സ്ഥലത്തേക്ക് ഇല്ലാന്നാ പറഞ്ഞു. എയർബിഎൻബി എടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അടുക്കളുടെ ഭാഗത്തേക്ക് ഇല്ലാന്ന്. പക്ഷെ ഞാനൊരു കുക്കിംഗ് വിത്ത് ഷെഫ് ഉണ്ട് വിഷ്ണു കേട്ടോ. ഒരു കുക്കിംഗ് വിത്ത് ഷെഫ്. എന്താ എന്റെ പൊരിച്ചുകാൻ എങ്ങനെയെങ്കിലും വെള്ളത്തേക്ക് ഇറങ്ങിയാൽ മതി. ഉണ്ടോ നോക്കി നോക്കൂ. ഇറക്കാട്ടോ. നിങ്ങൾക്കൊരു പ്രസിഡൻഷ്യൽ വില്ല അപ്ഗ്രേഡ് വരട്ടമ്മ. എന്താണ് യുവിക്ക് എന്താ വേണ്ടത്? വെള്ളത്തിന്റെ ഡെപ്ത് അറിയോ? എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയോ കിടന്ന് പൊളയ്യ. കണ്ടോ നോക്കൂ. ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒക്കെ എപ്പോഴും എത്ര സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? നമ്മളാണെങ്കിൽ ഒരൊറ്റ മിനിറ്റിൽ അതങ്ങോട്ട് തീരുമാനമാക്കുകയും ചെയ്യും. അച്ഛൻ വളർത്തിയത് ആള് മാറിയല്ലോ. ഞാൻ അച്ഛൻ നേരത്തെ ഫുള്ള് നോക്കിയില്ല. അച്ഛൻ വന്നപ്പോ ഷർട്ടും പാൻസും ഒക്കെ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ട്രൗസർ ഞങ്ങൾ രണ്ടുപേരും മേലേക്ക്. അപ്പൊ നിങ്ങൾ പൂളിൽ ഇറങ്ങണല്ലോ ഇനി? ആ ശരിയാ, ശരിക്കും അങ്ങനെ കേറിയിട്ട് ഒന്നും കുളിക്കും. അതെ അത് ശരിയാ. അല്ല ശരിക്കും ഒന്ന് മേല് കഴുകിയിട്ട് വേണം പൂളിൽ ഇറങ്ങാന്ന്. അതെ അതെ ട്രൂ. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്
മൂടുണ്ടോ? ആരോട് ചെയ്യാൻ കാര്യമില്ല. നിങ്ങൾ തുറക്കുക ഉള്ള ചായയും കടി അല്ല നടന്ന് വേറെ അറേഞ്ച് ചെയ്താലോ? വേറെ അമ്മ അമ്മ ആരോട് പറയാൻ ആരും കേൾക്കാൻ വേണ്ടി വന്നിക്കുക കേട്ടോ. നമുക്കിവിടെ ഒരു തട്ടുകട സെറ്റപ്പിൽ ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ചായ കുടിച്ചിട്ട് വരാം. ആ ഈ കുട്ടി പഴംപൊരിയാണല്ലോ, കുഞ്ഞു പഴംപൊരി. എനിക്ക് 2 എണ്ണം. തടി ഇങ്ങോട്ട് പോരട്ടെ എന്നാ. എന്നാലും വളാഞ്ചേരി നമ്മൾ യുവിയുടെ കാരിയർ മറന്നു വെച്ചതേ കുറച്ചൊരു ഫ്രീ ആയിട്ട് നടക്കായിരുന്നു. പിന്നെ നമ്മൾ കാരിയറിൽ ഇരുത്തുകയാണെങ്കിൽ കടിച്ചിട്ടൊരു രക്ഷയില്ല. അറിയോ, ഇവര് പൂളിലിരിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സ്പാ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ ഉള്ളിൽ 3 ദിവസത്തിൽ 3 സ്പാ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആയുർവേദിക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മസാജസ് ഉണ്ട്. അതല്ലാതെ വെസ്റ്റേൺ മസാജസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വലിയ ജ്ഞാനമില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പാ കയറാൻ പോവാണ്. യുവി വരുന്നോ സ്പാക്ക് വരുന്ന? യുവി ഫുൾ ആരുഷിന്റെ ആരാധകനായിരിക്കുകയാണ് കേട്ടോ. ആരുഷ് ഓടണതും കളിക്കണതും നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല പ്രാരാബ്ദം ഉണ്ടല്ലോ വെയില്. കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ ഷോൾഡറിൽ കയറ്റിയ മോനും മരുമോനും. ഇത് ഇന്നലെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയി വാങ്ങിയിട്ടുള്ള യുവിക്ക് വെള്ളത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഗതിയാണ്. ഇത് കുട്ടികൾക്ക് 7 കിലോ തൊട്ടിട്ട് 15 കിലോ ആവുന്നത് വരെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ. ഞാനോ സ്വിമ്മിങ് പഠിച്ചില്ല. യുവിനെ കൃത്യസമയത്ത് സ്വിമ്മ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം. ഈ വെള്ളത്തിനോടുള്ള പേടിയുണ്ടല്ലോ, അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. ഓനെ മൈൻഡ് ചെയ്യാഞ്ഞിട്ടാ ഇവിടെ വന്നല്ല. തുടക്കത്തിൽ വെള്ളം കണ്ടപ്പോൾ ചാടി ഇറങ്ങാൻ നോക്കുന്ന അത്ര ഉത്സാഹമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞ് പാകമൊത്തം ഒരു ആശങ്കയായിരുന്നു. യുവിനെ നമ്മളൊരു 15-20 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ പൂളിലാക്കിയുള്ളൂ. അതിനുശേഷം ഞാനും യുവിയും കൂടെ തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ഞാൻ വലിയ കുഴപ്പമില്ലാതെ ചെയ്യും. എന്താണ് നിങ്ങൾ ഇതൊന്ന് കൺവിൻസ് ചെയ്യണം വിധുവിനെ എൻ്റെ ഒപ്പം നാളെ ചിത്രം വരയ്ക്കാൻ വരാൻ. വിധു വരില്ല. നമുക്ക് യോഗ ചെയ്യാൻ പോയാലോ? ആണോ? നീ എത്ര സീരിയസ് ആയിട്ട് വരില്ലാന്ന് പറഞ്ഞ ചിത്രം ഇല്ല. ഞാൻ ചിത്രം വരെയൊന്നും ഒഴിവാക്കില്ല. നീ യോഗയ്ക്ക് വരണ്ട, നമുക്ക് ചിത്രം വരയ്ക്കാൻ പോവാം. പക്ഷെ നീ വരയ്ക്കൂല അത്യാവശ്യം. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ചിത്രം വരയ്ക്ക് ചിത്രം വരക്കില്ല. അതത് കൂടുതലായി. എന്തൊരു ഉത്തരവാദിത്തമുള്ള അച്ഛമ്മ തന്നെ അമ്മ. 2 പിള്ളേരെയും നോക്കി അല്ലേ? അമ്മേനെ ഇതോട്ടി എല്ലാ ട്രിപ്പിനും കൊണ്ടിരുന്ന ഇവൻ എന്താ എനിക്ക് കച്ചറിയിരുന്ന വിഷ് എങ്ങനെയുണ്ടായിരുന്നു പൂൾ? ഞാൻ പെട്ടെന്ന് കയറിയല്ലോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് വിശക്കുണ്ട്. യൂഷ, ഹേ യൂഷ, തല 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 തല. യൂഷ യൂഷ എന്താ ഇത് പ്രതോടം പഠിപ്പിച്ചു കൊടുത്താ? എന്താ 10:30 വരെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് പോയി ഡിന്നർ കഴിക്കാം കേട്ടോ. സാധാരണ ഇവിടെ ബുഫേ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് എന്തായാലും ബുഫേ ഇല്ല. നമ്മൾ ദിവസം പോകുന്തോറും നല്ലൊരു വികൃതി കുട്ടിയായിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. ഈ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാനും അത്യാവശ്യം നല്ല വികൃതിയായിരുന്നു. എപ്പോഴാണോ നമുക്ക് ഫണ്ട് അവസാനിക്കുന്നത് അപ്പോഴേ നമ്മൾ ഓർമ്മയുള്ളൂ. വയ്യ, പക്ഷെ നല്ല ഫണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊരു സംശയം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കാൻ എക്സ്പേർട്ട് വിധുവാണ്. അന്ന് ബെർലിനിൽ പോയപ്പോഴാണ് വിധുവിൻ്റെ ഈ ഒരു കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം എപ്പോഴൊക്കെ വിധു ഒപ്പം ഉണ്ടോ അപ്പോഴൊക്കെ വിധു തന്നെയാണ് യുവിനെ ഓർക്കാറ്. ഇവിടെ ഞാൻ ഒരുപാട് പേര് ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതുണ്ട്. കാരണം ഈ ഒരു ഡൈനിങ് ഏരിയയില്ലേ, ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ കണ്ടതുപോലെ വാട്ടർഫാൾസ് കാണാം. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആയത് കാരണം നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കുന്ന അടിപൊളിയല്ലേ. നമ്മളും ഇതും ഇത്തവണ ഒരുമിച്ച് നാട്ടിലുണ്ടായിരിക്കുന്നു പറഞ്ഞപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ലുക്ക് ഫോർവേഡ് ഇതൊരു ദിവസത്തിലാണോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. മക്കള് 2 പേരും പുറത്താവുമ്പോൾ അവർ 2 പേരും ഒരുമിച്ച് വീട്ടിലുണ്ടായിരിക്കുക എന്നുള്ളത് അമ്മ പറയുമായിരുന്നു അമ്മയ്ക്കൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ് എന്നുള്ളത്.
എന്തായാലും ഇത്തവണ നമ്മൾ ഒരുമിച്ച് നാട്ടിലുണ്ടാവാൻ പറ്റിയാൽ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തന്നെയുണ്ട്. ആരുഷ് എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെ പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അവൻ്റെ ഏജിൻ്റെതായിട്ടുള്ള പല പല സംശയങ്ങൾ അവന് തോന്നുമല്ലോ. അവൻ്റെ പല ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇങ്ങനെ പതറിപ്പോയിട്ടുണ്ട്. ഇതിന് സീരിയസ് ആയിട്ടൊരു മറുപടിയാണോ പറയണ്ടേ, അതോ അവന് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മറുപടിയാണോ പറയണ്ടേ? എന്തായാലും ഈ സംശയങ്ങൾ തീർക്കാൻ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. ഡിന്നർ അമ്മ മോഡേൺ ആയിട്ട് താഴെ ഡ്രസ്സിന്റെ താഴെ പാൻസ് ഇടാത്തപ്പോ മോള് ചോദിച്ചുണ്ടോ തായ് ഭാഗല്ലേന്ന്. മോഡേൺ ആവാന്ന് വിചാരിച്ച അമ്മ മറന്നു ഇടാൻ തിരക്കില് അറിയണത്. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോക്ക് നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. സമയം 10:30. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് പരിപാടിയൊക്കെ തുടങ്ങിയതല്ലേ. ഞാൻ മാത്രമല്ല, എല്ലാവരും എനിക്ക് തോന്നുന്നു. ഞാൻ ഭയങ്കര ടയർഡാണ്. ഇവരൊക്കെ കുറച്ചും കൂടെ എനർജറ്റിക് ആയതുപോലെ തോന്നുന്നു കേട്ടോ. എനിക്കിന്ന് കുറച്ച് ചെന്നിട്ടുള്ള എഡിറ്റിംഗ് പരിപാടി ബാക്കിയുണ്ട്. യുവിയുടെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും റെസ്റ്റ് മോഡിലോട്ട് പോവുകയാണ്. റെസ്റ്റ് മോഡല്ല, വർക്കിംഗ് മോഡിലോട്ട് പോവുകയാണ്. ഇവരുടെ രാത്രി വർത്താനം പറച്ചിൽ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഉറങ്ങാൻ പോവാണോ? പ്രതോട്ടാ ആണോ? അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് വർക്ക് ചെയ്യാനും പോവാണ്. ദാറ്റ്സ് ദ പ്ലാൻ ഓഫ് ടുഡേ. എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ തന്നെ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.